നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ടിൻഡു കുട്ടപ്പൻ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കേരളത്തിൽ മഴ മുന്നറിയിപ്പ്, ഗ്രീൻ അലർട്ട് പ്രഖ്യാപനം. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. സാധാരണയായി നേരിയതോ മിതമായതോ ആയ മഴയാണ് പ്രവചിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ 16.5 മില്ലിമീറ്റർ മുതൽ 64.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാമെന്നതാണ് ഇതിന്റെ അർത്ഥം. ഇസ്രായേൽ ആക്രമണം, അലി ലാരിജാനി കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരണം. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനിലെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മേധാവിയായ അലി ലാരിജാനി കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചു. ഇന്നലെ പുലർച്ചെ ടെഹ്റാൻ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിലാണ് ലാരിജാനി മരിച്ചതെന്നാണ് റിപ്പോർട്ട്. അദ്ദേഹത്തെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് മുൻ പ്രസ്താവിച്ചതായിരുന്നു. ഇതേ ആക്രമണത്തിൽ ഇറാന്റെ അർദ്ധസൈനിക വിഭാഗമായ ബാസിസ് ഫോഴ്സിന്റെ കമാൻഡർ ഗോലം റസൈ സുലൈമാനിയും കൊല്ലപ്പെട്ടതായി വിവരങ്ങൾ പുറത്തുവന്നു. കായിക ലോകത്ത് ബഹിഷ്കരണ ഭീഷണി, ഫിഫ ലോകകപ്പിനെ ചുറ്റിപ്പറ്റി വിവാദം. അന്താരാഷ്ട്ര കായിക ലോകത്ത് വീണ്ടും ബഹിഷ്കരണ ഭീഷണികൾ ഉയരുന്ന സാഹചര്യത്തിൽ ഫിഫ വേൾഡ് കപ്പിനെ ചുറ്റിപ്പറ്റിയും വിവാദം ശക്തമാകുന്നു. വേദി സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി ഇറാൻ ലോകകപ്പ് മത്സരങ്ങളുടെ വേദി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. രാഷ്ട്രീയ സംഘർഷങ്ങളും സുരക്ഷാ ആശങ്കകളും പശ്ചാത്തലമായാണ് ഈ ആവശ്യം ഉയർന്നതെന്ന് സൂചന. ഇതോടെ കായിക രംഗത്ത് വീണ്ടും രാഷ്ട്രീയ ഇടപെടലുകളും വിവാദങ്ങളും ചർച്ചയാവുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക, തർക്ക സീറ്റുകൾ ഒഴിവാക്കി 55 പേർ പ്രഖ്യാപനം. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 55 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കണ്ണൂരും കോന്നിയും ഉൾപ്പെടെ തർക്കം നിലനിൽക്കുന്ന സീറ്റുകൾ ഒഴിവാക്കി തന്നെയാണ് പട്ടിക പുറത്താക്കിയത്. പ്രാദേശികമായ എതിർപ്പുകൾ നിലനിന്നിരുന്നിട്ടും ചിറയൻ കീഴിൽ രമ്യ ഹരിദാസിന് സീറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈദ് പ്രാർത്ഥനകൾക്ക് നിയന്ത്രണം, പള്ളികളിൽ മാത്രം നടത്താൻ UAE നിർദ്ദേശം. ദുബായിൽ ഈദ് അൽ ഫിത്തർ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും പള്ളികൾക്കുള്ളിൽ മാത്രം നടത്തണമെന്നാണ് ജനറൽ അതോറിറ്റി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് എൻഡോവ്മെന്റ് നിർദ്ദേശിച്ചത്. ഈ വർഷം തുറസായ പ്രാർത്ഥനാ സ്ഥലങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് രാജ്യത്തുടനീളം ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇറാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രാദേശിക സുരക്ഷാ ആശങ്കകൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി സ്വീകരിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.